നെല്ല് വിളഞ്ഞിക്കുന്ന ഈ പാടങ്ങളുടെ വരമ്പത്ത് കൂടെ ഇങ്ങനെ രാത്രി ടോർച്ചടിച്ച് ഇങ്ങനെ നടന്നു പോകുന്നത് തവളയെ പിടിക്കാനൊന്നല്ല കേട്ടോ. ഈ പാടത്തിന്റെ ഒത്ത നടുക്കിലൂടെ ഒരു തോട് പോകുന്നുണ്ട്. ആ തോട്ടിൽ മീൻ പിടിക്കാനായിട്ട് ആരോ വെച്ചിട്ടുള്ള മീൻ വലയിൽ ഒരു ജീവി കുടുങ്ങിയിട്ടുണ്ട്. അപ്പം അതിനെ രാത്രിയായാലും അതിനെ റെസ്ക്യൂ ചെയ്ത് പറ്റൂ എന്നുള്ള ഒരൊറ്റ ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് ഞങ്ങൾ 3-4 പേര് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കണേ. അപ്പോൾ ആ കാഴ്ചയിലേക്ക് നമുക്ക് പോവാം. ഞാൻ നിൽക്കുന്നത് നമ്മുടെ നെട്ടിശ്ശേരി കുറ്റിമുക്ക് പാടത്തിൻ്റെ ഭാഗത്താണ് കേട്ടോ. അപ്പോൾ ഇവിടെ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ റൂട്ടിൽ നിന്ന് ഏതാണ്ട് ഒരു അരമണിക്കൂറോളം നടന്നിട്ടാണ് നമ്മളിവിടെ ഈ സ്ഥലത്തെത്തണേ. ഇവിടെ തോടുണ്ട്, ഇവിടെ അപ്പുറത്തെ പാടം കൃഷിയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മുടെ ജോജു ചേട്ടനും കുട്ടൻ ചേട്ടനും കൃഷി കഴിഞ്ഞത് ഇപ്പോൾ വരുമ്പോൾ വീടിനോടെ കയറിയപ്പോൾ എന്നെ കണ്ടു. അങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞതാണ്. അപ്പോൾ അങ്ങനെ വീട്ടിൽ വന്ന് പറയായിരുന്നു. അപ്പോൾ വീട്ടിൽ പറഞ്ഞപ്പോൾ അത്ര വലിപ്പമൊന്നുമില്ല, ചെറിയൊരു പെരുമ്പാമ്പിൻ്റെ കുട്ടിയാണ്. വലയിൽ കുടുങ്ങിയിട്ടുണ്ട്. 3 ദിവസം മുന്നേ കണ്ടു. 3 ദിവസം മുന്നേ കണ്ടു. എന്നിട്ട് ഇന്നാണ് നമ്മളത് അറിയണേ. അങ്ങനെ അറിഞ്ഞേക്ക് പിന്നെ രാത്രി പിന്നെ വൈകില്ല എത്രയും പെട്ടെന്ന്. എൻ്റെ ഭാര്യ പറഞ്ഞു ഇന്ന് എൻ്റെ എന്നെ പൊക്കോളം പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ നേരോടെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇവരൊക്കെ പണി കഴിഞ്ഞ് ക്ഷീണിച്ചിരിക്കുക. അപ്പോൾ എത്രയും പെട്ടെന്ന് നമുക്കിനി ഇതിനെ പാടാണ് ഫുള്ള്. ഇവിടെയൊക്കെ കൃഷി, തൊട്ടപ്പുറത്ത് തോടും കാര്യങ്ങളൊക്കെയാണ്. ഈ തോട്ടിൽ ആരോ വല വെച്ചിട്ടുള്ള മീൻ പിടിക്കാൻ വെച്ചിട്ടുള്ള വലയിൽ കുടുങ്ങിയതാണ്. വേറെ പരിക്കും കാര്യങ്ങളൊന്നും നമുക്ക് നോട്ടത്തിൽ കാണാനില്ല. അപ്പോൾ നമ്മളിതിൽ നിന്ന് കട്ട് ചെയ്തിട്ട് ഇവിടെ തന്നെ റിലീസ് ചെയ്യണം. വല നമുക്ക് ഇവിടെ നിന്ന് വേണമെങ്കിൽ എടുത്ത് കൊണ്ടുപോകാം, അല്ലെങ്കിൽ അടുത്ത് വീണ്ടും വിടും. തല കാണാനില്ല. തല അങ്ങോട്ട് വേണ്ട. തല വേറെ മുറിവൊന്നുമില്ല കേട്ടോ. മുറിവൊന്നുമില്ല. എന്തായാലും ഇങ്ങനെ പല്ല് വെള്ളം സൗണ്ട് കണ്ട കുളത്തിരിക്കും. അപ്പൊ അവനെന്തോ ഞാനൊരു ചാക്ക പിടിക്കാന്ന് വിചാരിച്ചത്. പക്ഷെ നമ്മൾ പിടിക്കുമ്പോൾ ചിലപ്പോൾ അവർക്ക് പരിക്ക് പറ്റും. അതെ, നമ്മൾ ബലമായിട്ട് പിടിക്കും. നമ്മൾ പേടിച്ചിട്ടല്ലേ, നമുക്ക് അറിവ് കിട്ടിയിട്ടില്ല. മാത്രല്ല അങ്ങനെ ലൈസൻസ് ഇല്ലാണ്ട് പിടിക്കാനും പാടില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പിടിച്ചിട്ട് എന്തെങ്കിലും കടിയും ഇതൊക്കെ കിട്ടിക്കഴിഞ്ഞാലേ വേണ്ട, നമ്മൾ തലേൻ്റെ ഉള്ളിലേക്ക് ആക്കി. ഇനി ഇപ്പൊ അതിന് സേഫാ, നമുക്കും സേഫാ. കാരണം ഇനി കടിക്കുന്ന പേടി വേണ്ട. മുറിവൊന്നുമില്ല, വേറെ പ്രശ്നമൊന്നുമില്ല. ചെറുതൊക്കെ അങ്ങനെ ഇതായി പോയിക്കോളൂ. അത്ര വലിയൊരു വലല്ല, ചെറിയൊരു ഇത് മതി. ഇത് മീൻ പിടിക്കുന്ന വലയല്ലേ. കുടുങ്ങി കഴിഞ്ഞാൽ പിന്നെ ആകെ ഇവര് ചുറ്റും. ചുമന്നുണ്ടോ? ഇത് കണ്ടപ്പോ പേടിച്ചിട്ട് വല വെച്ച ആളല്ലേ, പേടിച്ചിട്ട് പോയിണ്ടോ? കൊറേ അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അണലീനെ പോയി പിടിച്ചിട്ടേ. സുഖം എന്നൊന്നും പറയാൻ പറ്റില്ല, പക്ഷെ എന്നാലും മറ്റവന്റെ പോലെ അത്ര ഇതില്ല. കഴിഞ്ഞിട്ടാ
എല്ലാം ഓക്കെ. അപ്പോൾ സംഭവം നമ്മൾ മീനിൻ്റെ വലയാണ്. അപ്പോൾ അത്യാവശ്യം കുടുങ്ങിയിട്ടുണ്ടായിരുന്നു. സംഭവം വേറെ മുറിയോ കാര്യങ്ങളൊന്നുമില്ല. നമ്മളിവിടെ തന്നെ എന്നെ റിലീസ് ചെയ്യണം. വേറെ പരിക്കും കാര്യങ്ങളൊന്നുമില്ല. വേറെ ഒന്നും ചികിത്സ ഒന്നും കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ എന്തായാലും നമുക്ക് റിലീസ് ചെയ്യാം. ഓക്കെ. അവിടെ വേറെ വലിയൊന്നും ഉണ്ടാവില്ല ശരിക്കും. ഇങ്ങനെ കുറേ കുടുങ്ങിയിട്ട് ചത്തുകൊണ്ട് പെട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ കാണുന്ന സ്ഥലമായതുകൊണ്ടാണ് കാണാത്തത് സ്ഥലത്ത് കുറേ ഉണ്ടാവുന്നുണ്ട്. ആ അപ്പം നമ്മൾ കണ്ടത് അല്ലെങ്കിൽ വള്ളിയെ ചത്തു പോയിനെ. അതെ. അപ്പോൾ നമ്മൾ സേഫായിട്ട് റെസ്ക്യൂ ചെയ്തിട്ടുണ്ട്. നമ്മൾ സേഫായിട്ട് അതിൻ്റെ ഹാബിറ്ററ്റിലാണ് നമ്മൾ റിലീസ് ചെയ്തിട്ടുണ്ട്. വേറെ പരിക്കും കാര്യമൊന്നുമില്ല. വളരെ ചെറിയ തൊലി പോയിട്ടുള്ള ചെറിയ പാടുകൾ മാത്രമേ ഉള്ളൂ. മൂന്ന് ദിവസമായിട്ട് ഉണ്ട് ഇവര് കണ്ടിട്ട്. അപ്പോൾ എത്ര ദിവസമായെന്ന് നമുക്കറിയില്ല. ആൾ ആക്റ്റീവാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ അവിടെ വൈൻഡപ്പ് ചെയ്യാണ്. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ഇറ്റ്സ് മീ ജോജു സൈനിങ് ഓഫ്.